ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ വേൾഡ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഓവൻ ഇല്ലാതെ ഒരു പിസ്സ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പിസ്സയുടെ ബേസിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗള് മൈദ എടുത്തിട്ടുണ്ട്, പഞ്ചസാര, ചെറു ചൂടുവെള്ളം, ഈസ്റ്റ്, ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഉപ്പ്, സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസിനുള്ള മിക്സ് തയ്യാറാക്കാം. നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, നമുക്കതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമ്മളൊരു ബൗൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചെറു ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ മിക്സ് പൊങ്ങി വരും. അതിനുവേണ്ടി നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് ചേർക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്കത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ ഈസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറു ചൂടുവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ സമയത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം, നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടി. ഇപ്പം നന്നായിട്ട് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം മാവ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ചിക്കൻ പിസ്സയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ബോൺലെസ് ആക്കി ചെറിയ പീസാക്കി എടുത്താണിത്. അത് നമ്മൾ മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് പിസ്സയുടെ സോസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് ചെറുതായിട്ട് മുറിച്ചത് ഒരെണ്ണം. അതിന് 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി നമ്മളൊരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിലടിക്കുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഈ പുറത്തെ തൊലിയൊക്കെ, അതായത് സവോളയുടെ പുറത്തെ തൊലിയും അതുപോലെ ടൊമാറ്റോയുടെ പുറത്തെ തൊലിയും നമുക്ക് കളയാം. അങ്ങനെ കളഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ്, പഞ്ചസാര, കാശ്മീരി മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ സ്ലൈസ് ആയിട്ടുള്ള ചീസ് വാങ്ങിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ബർഗറിനൊക്കെ യൂസ് ചെയ്യുന്ന അതുപോലത്തെ ചീസ്, അത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ബട്ടർ, പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി അതുപോലെ സ്ലൈസ് ചെയ്തത്, അതുപോലെ നമ്മൾ സവോളയും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും തക്കാളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയുടെ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ക്യാപ്സിക്കവും സവോളയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്കൊരല്പം മധുരം, അതിന് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ സോസ് വാങ്ങാം. നമ്മുടെ മിക്സിയിൽ നിന്ന് നമ്മളൊരു പകുതി എടുത്തിട്ടുണ്ട് മാവ്. അത് നമുക്കൊരു നമ്മൾ ഏത് പാനിലാണോ പിസ്സ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത് ആ പാനിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് വെച്ചിട്ട് മാവ് നന്നായിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്ത് പിസ്സയുടെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. നന്നായിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മേൽഭാഗം ഇങ്ങനെ ഒന്ന് പൊങ്ങി നിന്നോളും. അപ്പം അങ്ങനെ നമ്മൾ സൈഡെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ദോശക്കല്ലിലേക്ക് മാറ്റാം. ദോശക്കല്ലിൽ ഒരു 5 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതിലേക്ക് ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിരിക്കുന്ന തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ക്യാപ്സിക്കം, നമുക്ക് സവോളയുടെ 2-3 ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10-25 മിനിറ്റോളം വേവിക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് പിസ്സയുടെ താഴ്ഭാഗം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി മേളിലൊന്ന് നമുക്ക് ആയി വരാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആദ്യം നമുക്ക് പാൻ എന്നിട്ട് എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് മൂടാം. നമുക്ക് എന്നിട്ട് ദോശക്കല്ലിൽ നിന്നും പാൻ മാറ്റി വയ്ക്കാം. നമുക്ക് ദോശക്കല്ല് എന്നിട്ട് നമ്മൾ ഈ മൂടി വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വെക്കുന്നത്.
ഇങ്ങനെ ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മുകൾ ഭാഗം റെഡി ആയിക്കോളും. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് വിലയൊന്നും കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പാനിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.